തിരുവനന്തപുരം പഴവങ്ങാടിയിൽ നടപ്പാതക്കരികിൽ കച്ചവടം ചെയ്യുന്നവരെ ഒഴിപ്പിക്കാനുള്ള നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചു. ചെറിയ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നവരെയാണ് അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരും നഗരസഭയും ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. ജനം TV വാർത്തയെ തുടർന്ന് ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമം ആരംഭിച്ചു. പറ്റൂലെന്ന് പറയും. അപ്പൊ അതിനെന്തെങ്കിലും പ്രൂഫ് എഴുതി തന്നാൽ ഞങ്ങൾ പത്രം വാങ്ങിച്ചു തരാം. അതിനെന്തെങ്കിലും പ്രൂഫ് അവർ എഴുതി തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒതുങ്ങി കൊടുക്കാൻ തയ്യാറ്. പക്ഷെ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ ഇരിക്കണം. അതിനുള്ള സൗകര്യം അവരെന്തെങ്കിലും രേഖാമൂലം എന്തെങ്കിലും എഴുതി തന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വയസ്സായവർ ചെറുപ്പക്കാരും ഇതെന്ന് പറയുന്നത് ഇതിപ്പോ പിന്നെ ഈ റോഡ് ഇതെന്ന് പറയുന്നത് ഇതൊരു സ്ട്രീറ്റ് ഇതിലുള്ളതാണ്. കെട്ടിടം വെക്കണമെങ്കിലും 3 മീറ്റർ 12. വർഷങ്ങളായി കച്ചവടം ചെയ്യുന്ന ഭൂമിയിൽ നിന്നും ഉടനടി മാറാനാണ് പഴവങ്ങാടിയിലെ കച്ചവടക്കാർക്ക് നിർദ്ദേശം ലഭിച്ചത്. പിന്നാലെ എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ നിസ്സഹായരായി. തന്നതല്ല, ഇവിടെ 2 കടകളാണ് ഇരുന്നത്. ഈ 2 കടകളൊന്ന് തേങ്ങാക്കടയും ഒന്ന് ഖാദി ബോർഡും ഇരുന്നു. അപ്പോൾ ഇവർ അന്ന് അനന്തം ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒഴിപ്പിച്ചപ്പോഴത്തേക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞിടക്കയല്ലേ തേങ്ങാക്കടയിൽ അവരും ഇരുന്നു, ബാക്കിയുള്ളവർ ഇങ്ങോട്ട് കയറി. അന്നേ ഇവരുണ്ടായിരുന്നപ്പോഴേ ഖാദി ബോർഡ് ഉണ്ടായിരുന്നപ്പോഴേ തേങ്ങാ കച്ചവടക്കാർ ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു. തേങ്ങാക്കടയിലും ഉണ്ടായിരുന്നപ്പോഴും എല്ലാവരും ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു. ഇത് ആളുടെ സ്ഥലമല്ല, കോർപ്പറേഷൻ്റെതല്ല, ഒന്നുമേ അല്ല. ചെറിയ കച്ചവടങ്ങളിലൂടെ ഉപജീവനമാർഗം നയിക്കുന്ന ഇവർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പലതവണ അധികൃതരെ സമീപിച്ചിരുന്നു. എന്നാൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കച്ചവടം നടത്തുന്നവരോട് ഒഴിഞ്ഞുമാറാൻ നഗരസഭ നോട്ടീസ് നൽകി. ഞങ്ങൾക്ക് 7 ദിവസത്തെ നോട്ടീസ് KSRTC MD IAS തന്നിരിക്കുന്നത്. അയാളല്ല, അദ്ദേഹം. അപ്പോൾ അദ്ദേഹം തന്ന നോട്ടീസ് 7 ദിവസം നാളെ പൂർത്തീകരിക്കുകയാണ്. ഞങ്ങൾ നാളെ അവരെ KSRTC സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ വന്ന് അത് കട ഒഴിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതുമില്ല. ഇന്നാണോ പറയുന്നത്? എന്നാൽ നഗരസഭ തന്നെയാണ് വഴിയോര കച്ചവടക്കാർക്ക് ഇതേ സ്ഥലത്ത് കച്ചവടത്തിന് അനുവാദം നൽകിയതെന്നും ഇവർ പറയുന്നു. കച്ചവടമാണ്, അമ്പലത്തിന്റെ നടയിൽ തന്നെ കിട്ടണം. ഞങ്ങളാണെങ്കിൽ ഷുഗറും പിടിച്ച് BP പിടിച്ച് ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല മക്കളെ. ഞാൻ വന്നിട്ട് 30 വർഷം അവിടെ. 29 കഴിഞ്ഞ് 30ാമത്തെ വർഷമാണ്. ഞങ്ങൾക്ക് ഇവിടെ തന്നേ പറ്റൂ. ഞങ്ങൾ എവിടെ പോകും? എവിടെ ജീവിക്കാൻ? അമ്പലത്തിലെ തേങ്ങ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവന്ന് വിൽക്കും? ബസ് സ്റ്റാൻഡിൽ പോയി വിൽക്കാൻ പറ്റുമോ? മൈതാനത്തിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുമോ? ആരുമില്ല. അമ്പലത്തിന്റെ നടയിൽ തന്നെ നമുക്ക് തന്നേ തീരെ, അവിടെ തന്നെ നമുക്ക് വിൽക്കാനും പറ്റുള്ളൂ. കച്ചവടക്കാരുടെ പ്രതിസന്ധി ജനം TVയിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ ഇടപെട്ടു. കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള തീരുമാനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇനിയുള്ള നടപടികൾ സമവായത്തിലൂടെ മാത്രമേ ഉണ്ടാകൂ. ഞങ്ങൾ ലീഗലി എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. കാരണം ഇവരുടെ ലൈസൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. അതിപ്പോഴാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ നോക്കട്ടെ, എന്തായാലും എന്തെങ്കിലും ഒരു മധ്യസ്ഥ ചർച്ച നോക്കട്ടെ. ഒരു സമവായത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കാമെന്ന തഹസിൽദാരുടെ ഉറപ്പിന്മേൽ ശാശ്വത പരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കച്ചവടക്കാർ. ജനം, തിരുവനന്തപുരം.